നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയ നോയമ്പിൻ്റെ ആരംഭമാണ്. തിങ്കളാഴ്ച, അതായത് മാർച്ച് 3-ാം തീയതി നമ്മൾ വലിയ നോയമ്പ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരുക്കമായിട്ട് നാളെയാണ് പേത്തറത്ത, ഞായറാഴ്ച. നസ്രാണികൾ പേത്തറത്തേക്ക് ഒരുക്കുന്ന ഒരു വിഭവമാണ് പിടിയും കോഴിയിറച്ചിയും. ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് പിടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത്, നമുക്ക് അരിപ്പൊടി വേണം. അത് വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത്. ഇനി വേണ്ടത് തേങ്ങ, നല്ല ഫ്രഷ് തേങ്ങ ചിരവിയതുണ്ട്. ഇനി വേണ്ടത് ഉപ്പ് വേണം, ജീരകം വേണം, വെള്ളം വേണം. അത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് പിടിയിലേക്ക് ആവശ്യമുള്ളൂ. 1 ഗ്ലാസ് അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1 ഗ്ലാസ് അരിപ്പൊടി, 1 ഗ്ലാസ് തേങ്ങ ചിരവിയതും കൂടി ഇടാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനാവശ്യമായ വെള്ളം തയ്യാറാക്കാം. വെള്ളം തയ്യാറാക്കുന്നതിനായി ജീരകവെള്ളമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ജീരകവെള്ളം തയ്യാറാക്കുവാൻ വേണ്ടി ജീരകം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിനായി 1 ടീസ്പൂൺ ജീരകം നമുക്ക് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. ഞാനിവിടെ ഒരു 1.5 ലിറ്ററോളം വെള്ളമാണ് ചൂടാകാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചതച്ച ജീരകം നമുക്ക് ചൂടാകുവാനായി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടി കുഴയ്ക്കുവാൻ വേണ്ടിയുള്ള ഈ ജീരകവെള്ളം നമുക്ക് കോരിയെടുക്കാം കുറച്ച്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയും തേങ്ങയും കൂടെ കുഴച്ചെടുക്കാം. അതിന് കുറേശ്ശെ നമുക്ക് ഈ ചൂട് ജീരകവെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഉരുളകളെല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ഉരുള മാറ്റി വെച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളകളെല്ലാം കൊണ്ടുപോയി നമ്മുടെ തിളയ്ക്കുന്ന ജീരകവെള്ളത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഉരുളകൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് മൂടി വെച്ച് വേവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ 2 ഉരുള മാറ്റി വെച്ചല്ലോ, അതിച്ചിരി പൊടിച്ച് ചാലിച്ച് ഇതുപോലെ കൊഴുപ്പിന് വേണ്ടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം കുറച്ച് കൊഴുപ്പ് കുറഞ്ഞിരിക്കുവാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചെങ്കിൽ, അതിൻ്റെ അകത്തുനിന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ആ അരിപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ വെള്ളം എടുത്ത് നമുക്ക് ഇതിലേക്ക് ചാലിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം കൊഴുപ്പ് വേണം, കുറച്ചും കൂടെ കൊഴുപ്പ് വേണം എന്ന് തോന്നിയാൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. കൊഴുപ്പ് കുറവ് വേണ്ടവർക്ക് അതേ പൊടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ കുറച്ചും കൂടെ കൊഴുപ്പിന് വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അത് കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടി വെന്തോ എന്നറിയാൻ ഇതിൻ്റെ കളർ മാറുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് വെന്തു എന്നുള്ളത്. ഇനി ഇതിലേക്ക് ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് തേങ്ങ ഇട്ടിരിക്കുന്നതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും അതിന് രുചി കാണും. ഞാനൊരു കുറച്ച് തേങ്ങാപ്പാൽ, അതായത് ഈ കപ്പിന് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അധിക സമയം തിളപ്പിക്കരുത്. ഒന്ന് ഇളക്കി നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. കൂടുതൽ ഉപ്പ് വേണ്ടവരെ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാവുന്ന. ആവശ്യത്തിന് കൊഴുപ്പൊക്കെ ആയിട്ടുണ്ട്, എന്നാൽ ഉരുളകളൊന്നും കട്ട പിടിച്ചിട്ടുമില്ല. നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് സെർവ് ചെയ്യാം. ചൂട് 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 ചൂട്. പിടി സെർവ് ചെയ്യുന്നത് കോഴിക്കറിയുടെ കൂടെയാണ്. അപ്പം എങ്ങനെയുണ്ട്? മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനത്തിന് കാടപ്പക്ഷിയും മന്നയും കിട്ടിയതിനെ സൂചിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ ഈ പിടിയും കോഴിക്കറിയും കഴിക്കുന്നത്. ഇനി അങ്ങോട്ട് 50 ദിവസത്തേക്ക് പച്ചക്കറികൾ കഴിക്കണമെന്നുള്ള സങ്കടവും ഉണ്ട് എൻ്റെ മനസ്സിൽ. എത്ര നാൾ പോകുമെന്നറിയത്തില്ല.